ഓരോ ദിവസത്തിനും പറയാനൊരു കഥയുണ്ടാകും. ആ കഥയാണ് മൊമെൻറ്റ്സ് ബൈ അഞ്ജലി. ഇന്ന് രാവിലെ തന്നെ നല്ല മഴയായിരുന്നേ. പിന്നെ ഇന്ന് പാറുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഗാഥയുടെ ബർത്ത്ഡേ ആയിരുന്നു. രാവിലെ തന്നെ നമ്മൾ ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്ത് കേട്ടോ. തന്നെ എനിക്ക് സാരിയുടെ ഒരു ഓർഡർ കിട്ടിയേ. അഡ്രസ്സൊക്കെ നോക്കിയപ്പോഴാണ് നമ്മുടെ തൊട്ടടുത്ത് തുടങ്ങനാടെന്നായിരുന്നു. എന്നാൽ പിന്നെ ഞാൻ ഏതെങ്കിലും ഷോപ്പിൽ ഏൽപ്പിച്ചാൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വേണ്ട, ഡയറക്റ്റ് കൊണ്ടു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ലൊക്കേഷനൊക്കെ ഒരു ഓട്ടോയ്ക്ക് കൊടുത്തു വിടാമെന്ന് പറഞ്ഞപ്പോഴത്തേന് അവർ അയച്ച മെസ്സേജ് എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് ഐറ്റം വേണ്ടെന്ന് പറഞ്ഞു. കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ മാത്രം മതി എന്ന് പറഞ്ഞു കേട്ടോ. നമ്മൾ ഏതായാലും കൊണ്ടു കൊടുക്കുന്ന ഒരു പതിവില്ല. നമ്മൾ മാക്സിമം പോസ്റ്റ് ഓഫീസോ DTDCയിൽ അയക്കുകയുള്ളൂ. പിന്നെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മളൊരു ഓട്ടോയ്ക്കെങ്കിലും എത്തിക്കാൻ നോക്കാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് എനിക്കൊരു കൊറിയറൊക്കെ അയക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ DTDC പോയി. അത് കഴിഞ്ഞ് പിന്നെ നേരെ പോയത് ലൈലാക്കിലേക്കായിരുന്നേ. ഓണത്തിൻ്റെ കുറച്ച് ഐറ്റംസൊക്കെ സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ കറക്റ്റ് മെഷർമെൻറ്റ് തരികയാണെങ്കിൽ നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. വീഡിയോ കണ്ടപ്പോൾ ഓടുന്നതാണ് കേട്ടോ. എൻ്റെ ചുരിദാറൊക്കെ മിക്കവരും ചോദിക്കാറുണ്ട് എവിടെ നിന്നാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇപ്പം അടുത്ത കാലത്തായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ലൈലാക്കിയും തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ പുറത്തുള്ളവരാണെങ്കിൽ പോലും നിങ്ങൾ മെഷർമെൻറ്റ് തരികയാണെങ്കിൽ നമ്മൾ ഫംഗ്ഷൻസിനോ എന്ത് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ, നല്ല അഫോർഡബിളായിട്ട്. പിന്നെ നേരെ പോയത് സിയോണിലേക്കാണ്. എനിക്കൊരു 10-17 വർഷമായിട്ടുള്ള ഒരു ആത്മബന്ധമാണ് കേട്ടോ സിയോണിൽ. അപ്പം ഞാൻ ഈ ഒരു സാരിയുടെ ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ട് ഇപ്പം 2 വർഷം ആകാറായി. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഓണത്തിന് എല്ലാവർക്കും എൻ്റെ വക ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന്. ശരിക്കും ഞാൻ എൻ്റെ വീഡിയോ എടുക്കാനൊന്നും ആഗ്രഹിച്ചതല്ല, അവരുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് കേട്ടോ അവർ വീഡിയോ ഇട്ടത്. പിന്നെ ഞാൻ സിയോനിലെ കുറച്ച് വെസ്റ്റേൺ ടോപ്സൊക്കെ കാണിക്കാൻ കേട്ടോ. ഒരുപാട് വെസ്റ്റേൺ മോഡലൊക്കെ ഉണ്ട് കേട്ടോ, വെറൈറ്റി ആയിട്ടുള്ളത്. പിന്നെ ബ്രാൻഡഡ് കുർത്തീസൊക്കെയാണുള്ളത്. പിന്നെ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ, എനിക്ക് എന്താണെന്നറിയില്ല, ജോർജറ്റിൻ്റെ മെറ്റീരിയൽ കണ്ട എൻ്റെ കണ്ണ് വേഗം അങ്ങോട്ട് പോകും കേട്ടോ. നല്ലൊരു റെയർ ആയിട്ടുള്ളൊരു ഷെയ്ഡായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടമാണെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് DM ചെയ്താൽ മതി. പിന്നെ ഞാൻ ലാലേ പോയിരുന്നേ. അപ്പോൾ എനിക്കൊരു 2 സെറ്റ് വള മേടിച്ചു. ഞാൻ അധികം അങ്ങനെ ഈ ടൈപ്പ് വളയൊന്നും ഇടാറില്ല. പിന്നെ കണ്ടപ്പോൾ ഇഷ്ടമായി. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്ന് നമ്മുടെ ബുക്കൊക്കെ ഒന്ന് അടുക്കി വെച്ചു. അങ്ങനെ ഇപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന ബുക്ക് വീണ്ടും എടുത്തു കേട്ടോ വായിക്കാനായിട്ട്. അത് തീർന്നില്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഇതിന് തൊട്ട് മുമ്പത്തെ ബുക്ക് വായിച്ചത്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും ഒരു ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു, ഒരു പീസ് ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അത് പാറുവിനെ ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് ഓർത്തു. ഞാൻ എയർ ഫ്രയറിലാണ് കേട്ടോ വെച്ചത്. എനിക്ക് പിന്നെ ഇന്ന് വൈകുന്നേരം ഫുഡ് വേണമെന്ന് തോന്നിയില്ല, വിശക്കുന്നില്ലായിരുന്നു. വൈകിട്ടൊരു ചായയൊക്കെ കുടിച്ചായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നാളെ സ്കൂളുള്ളത് കൊണ്ട് ഞാൻ മീൻകറി വെച്ചു. പിന്നെ വൈകിട്ട് പാറുവിന് ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ അത്രയൊക്കെയോ.